കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ ദ്വിദിന സത്യാഗ്രഹം ആരംഭിച്ചു. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, ക്ഷമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ്പിലെ അപാകത പരിഹരിക്കുക തുടങ്ങി 13 ആവശ്യങ്ങൾ ഉയർത്തിയാണ് സത്യാഗ്രഹം. എ.കെ.ജിയുടെ സമരപാരമ്പര്യം അവകാശപ്പെടുന്ന CPM-ന് സമരങ്ങളോട് പുച്ഛം തോന്നാൻ തുടങ്ങിയത് കോർപ്പറേറ്റുകളുടെ താരാട്ടുകാരായി മാറിയതിനാലാണെന്ന് DCC പ്രസിഡന്റ് തങ്കപ്പൻ പറഞ്ഞു. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ കവർന്നെടുത്ത സർക്കാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ദ്വിദിന സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തങ്കപ്പൻ പറഞ്ഞു. വാഗ്ദാനം നൽകുകയും അത് സർക്കാർ തന്നെ ലംഘിക്കുകയും ചെയ്യുകയാണ്. 700 രൂപ ആവശ്യപ്പെട്ട് ആശമാരെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ചവരാണ് അവരെ തെരുവിലേക്ക് അയച്ചത്. ജീവനക്കാർക്ക് ഒരു ഗുണവുമില്ലാത്ത മെഡിസെപ്പ് പദ്ധതിയിൽ ജീവനക്കാരുടെ വിഹിതം ഇനിയും കൂട്ടാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ക്ഷാമാശ്വാസം കവർന്നെടുക്കുക മാത്രമല്ല, അവശേഷിക്കുന്നവ ഇല്ലാതാക്കാൻ കൂടിയാണ് സർക്കാർ ശ്രമിക്കുന്നത്. കർഷകരെ തുടരെ വഞ്ചിക്കുന്ന സമീപനം തന്നെയാണ് ജീവനക്കാരോടും പെൻഷൻകാരോടും കാണിക്കുന്നത്. സർക്കാരിന്റെ വീഴ്ചകൾ മറച്ചുപിടിക്കാൻ ഇടത് സംഘടനകൾ നടത്തുന്ന പ്രഹസന സമരങ്ങൾ വിലപ്പോവില്ലെന്നും UDF സർക്കാർ വന്നാൽ ആനുകൂല്യം നൽകി ജീവനക്കാരെയും എല്ലാ വിഭാഗത്തെയും ചേർത്തു നിർത്തുമെന്നും തങ്കപ്പൻ പറഞ്ഞു. സമരം എന്ന് പറയുന്ന പുച്ഛമായി കാണുന്നു. ജനങ്ങളുടെ, ജീവനക്കാരുടെ, അതുപോലെ കർഷക തൊഴിലാളികളുടെ അവകാശം എന്ന് ചോദിച്ചാൽ അവർക്കതൊരു പുച്ഛമാണ്. കാരണം അവരിപ്പോ അദാനിയും അതുപോലെ അംബാനിയും കണ്ടു വളർന്നത് ഡിസ്കസ് നടന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റായി മാറിയതോടുകൂടി കർഷകരെ അവഗണിക്കുന്നു, ജീവനക്കാരെ അവഗണിക്കുന്നു, പെൻഷൻകാരെ അവഗണിക്കുന്നു, ആശാവർക്കർമാരെ അവഗണിക്കുന്നു, എല്ലാവരെയും അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റായി മാറിയത് കൊണ്ടാണ് അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങൾ ഉന്നയിച്ച ഒരു ആവശ്യങ്ങളും പരിഗണിക്കാതെ നിൽക്കുന്നത്. പനി വന്നാലും എല്ലാതെ മറ്റു കാര്യങ്ങൾ വന്നാലും വീടുകൾ ഭവന സന്ദർശിച്ച് അവരുടെയൊക്കെ ശുശ്രൂഷ നോക്കി തിരിച്ചു വന്നിട്ടുള്ള ആശാ വർക്കർമാരെ BLOമാരാക്കി നിയമിക്കുകയും ആ BLOമാരെ ചെയ്യുന്ന പണി എന്തായിരുന്നറിയോ? ഈ മരുന്ന് കൊടുക്കുന്ന വീട്ടിലേക്ക് കയറി ചെന്ന് വോട്ട് അരിവാളിന് ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്ന ആശാ വർക്കർമാര് ഇന്ന് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ആരാവട്ടെ, ഏത് ജീവനക്കാരാവട്ടെ, ഏത് മേഖലയായിക്കോട്ടെ, അവകാശ സമരം വരുമ്പോൾ ഏത് ഗവൺമെന്റാണ്, UDF ആണെങ്കിലും LDF ആണെങ്കിലും അവരുടെ അവകാശങ്ങൾ എന്താണ് അവർ ഉന്നയിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടത് നമ്മളെല്ലാവരും കൂടി വോട്ട് ചെയ്ത് കയറ്റിയുള്ള ഗവൺമെന്റിന്റെ അധികാരവർഗത്തിന്റെ ബാധ്യതയാണ്. പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K. പോൾ, ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.